ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റഷ്യ ഉക്രൈനിൽ തന്നെ തുടങ്ങാം. റഷ്യ ഉക്രൈൻ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. തുടരെ ഹെവി ആയിട്ടുള്ള ആക്രമണങ്ങൾ. ഉക്രൈൻ ആണെങ്കിൽ 1200 കിലോമീറ്റർ അപ്പുറത്തുള്ള റഷ്യക്കുള്ളിലുള്ള ഒരു ഓയിൽ റിഫൈനറി അറ്റാക്ക് ചെയ്ത് തകർത്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഉക്രൈൻ ഏറ്റവും കൂടുതൽ ക്രൈമിയ ഭാഗമാണ് ഏറ്റവും ഫോക്കസ് ചെയ്തുള്ള ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ക്രൈമിയയെ എങ്ങനെയെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു അജണ്ട. അത് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ഉദ്ദേശം. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാത്തത്. അപ്പോൾ അതിനോടൊപ്പം സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിർണായകമായ ചില മേഖലകളിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, ചില കിലോമീറ്റർ റേഞ്ചുകൾ റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരുന്ന ഏരിയ ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫൂട്ടേജ് സഹിതമുള്ള പ്രൂഫ് ഒന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഇത് സെലൻസ്കിയുടെ സൈഡിലുള്ള ക്ലെയിമാണ്. ട്രംപ് ആണെങ്കിൽ ഇന്ന് UK വെച്ച് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്, പുടിൻ ഞാൻ വിചാരിച്ചതുപോലെയല്ല, എൻ്റെ അടുത്ത് സംസാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. തുടരെ സിവിലിയൻസിൻ്റെ മേലാണ് ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്ന രംഗമാണ് ഇവിടെ നടക്കുന്നത്. അത് ഉക്രൈനിൽ മാത്രമല്ല റഷ്യക്കുള്ളിലും മറിച്ച് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുള്ളി സ്വന്തം രാജ്യത്തിലുള്ള ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയും കഷ്ടത്തിലാക്കുകയും അതേപോലെ തന്നെ ഉക്രൈൻ്റെ ഉള്ളിലുള്ള സിവിലിയൻസിനെ കുറിച്ചിട്ട് യാതൊരു കരുതലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് പെരുമാറുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ആയിട്ട് സെലൻസ്കി ആണെങ്കിൽ ചോദിക്കുന്നത് ഫണ്ട് വേണമെന്നാണ് ചോദിക്കുന്നത്. ഇതുവരെ ഏകദേശം യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50 ബില്യനാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂടി ഫണ്ട് വേണമെന്നാണ് സെലൻസ്കി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 23 തീയതി വരെ ഒരു ടൈം കൊടുത്തിരിക്കുകയാണ്. അതായത് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഫണ്ടായാലും ആയുധങ്ങളായാലും എല്ലാം ശരി തന്നെ ഒക്ടോബർ 23 മുമ്പ് എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഡെഡ് ലൈനാണ് കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ 23. ശരിക്കും ഇപ്പം ഉക്രൈൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിലുപരിയായിട്ട് യൂറോപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അതിന് വേറെ കാരണമുണ്ട്. കാരണം അതിന് യൂറോപ്പ് മേഖലയിൽ നിലനിൽക്കുന്ന അൺസർട്ടനിറ്റി തന്നെയാണ് കാരണം. അതേസമയം ഫ്രാൻസും ജർമ്മനിയും എടുത്തു കഴിഞ്ഞാൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ജർമ്മനി ആണെങ്കിൽ റഷ്യയുടെ അസറ്റുകൾ സീസ് ചെയ്ത് വെച്ചിരുന്നത് അതിനെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം റഷ്യയുടെ സൈഡിലാണെങ്കിൽ ജർമ്മനിയുടെ കുറേ അസറ്റുകൾ റഷ്യക്കുള്ളിലുണ്ട്. അപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് ആ അസറ്റുകൾ ഞാനും ഫ്രീസ് ചെയ്ത് അതിനെ റഷ്യയുടേതായിട്ട് ആക്കി മാറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അപ്പോൾ അതുകൊണ്ട് ജർമ്മനി ഒരു മുൾമുനയിൽ നിൽക്കുകയാണ്. റഷ്യക്കെതിരെ ആ അസറ്റ് പിടിച്ചെടുക്കുന്നത് ഒരു പരിധിവരെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ജർമ്മനിക്കുള്ളിൽ. ചുരുക്കി പറഞ്ഞാൽ മോട്ടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സെലൻസ്കി ആണെങ്കിൽ ഇത് മോട്ടിച്ച് എനിക്ക് തരൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം കുറച്ചെങ്കിലും കുറച്ച് അതൊന്ന് മോട്ടിച്ച് എനിക്ക് തരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ടൈം ലൈൻ കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ 23. സമയമുണ്ട്, ഒരു മാസം സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളണ്ട് ഞങ്ങൾക്ക് അണുവായുധം വേണമെന്നാണ് ചോദിക്കുന്നത്. ന്യൂക്ലിയർ വെപ്പൺ തരൂ, അതാണ് ഞങ്ങൾക്ക് എക്കാലത്തേക്കുമുള്ള ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ന്യൂക്ലിയർ ആയുധം വേണം. ഇപ്പോൾ സൗദി നോക്കൂ, സൗദി പാകിസ്ഥാനെ വെച്ചിട്ട് ഇപ്പോൾ ന്യൂക്ലിയർ ഡീൽ ഒപ്പിടുന്ന അവസ്ഥയിലാണ്. ഇതിനകത്ത് ശരിക്കും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റോട് കൂടി തന്നെയാണ് ഈ ഒരു സഹകരണ കരാറ് സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇമ്രാൻഖാന് നാളെ കോടതിയിൽ ട്രയലാണ് ഇവിടെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും ചുക്കാൻ പിടിക്കുന്നത്. ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഇമ്രാൻഖാനെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ ഇലക്ഷൻ ശരിയല്ല, ഡെമോക്രാറ്റിക് പ്രോസസ്സിങ്ങിലല്ല നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ആർമിയുടെ ഇൻവോൾവ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. അതായത് പാകിസ്ഥാനെ 1 മന്തിന് മുമ്പ് അമേരിക്ക ഡീൽ ചെയ്ത പോലെയല്ല ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അറബ് മേഖലയിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? അറബ് മേഖലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അറബികളും തന്നെ യുദ്ധം ചെയ്യാൻ ആരും തയ്യാറല്ല. ഈ അതായത് മിഡിൽ ഈസ്റ്റിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഈ രീതിയിൽ സുഖജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് അറബി ആയിരിക്കും അവിടെ യുദ്ധകളത്തിൽ ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഇസ്രായേലിന്റെ IDF പോലെയോ എന്തിനു ഭേദം ആ അറബ് രാജ്യങ്ങളിലുള്ള തീവ്രവാദികളെ പോലും ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. ഈ സുഖജീവിതം ജീവിക്കുന്ന ഈ അറബികൾ ഒന്നും തന്നെ ഒരു കാലഘട്ടത്തും ഇസ്രായേലിനെ പോലത്തെ ഒരു ആർമിയെ ചേർത്ത് നിൽക്കാനൊന്നും ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വാടകയ്ക്ക് യുദ്ധം ചെയ്യാൻ കുറച്ച് ആൾക്കാരെ വേണം. പാകിസ്ഥാന്റെ ഉള്ളിൽ ഏതാണ്ട് 5 ലക്ഷം സോൾജേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ അങ്ങ് മുതലെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെയും കൂടി ഇനാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അജണ്ട. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുമായിട്ട് എന്താണോ നമ്മളൊരു 1.5 മാസത്തിന് മുമ്പ് അസീം മുനീർ അമേരിക്ക വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പാകിസ്ഥാന്റെ സോൾജേഴ്സിനെ കൊണ്ട് ഇൻവോൾവ്മെന്റ് ചെയ്യിപ്പിക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്രായേൽ പരമാവധി വെസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ചുറ്റാകെ കിടക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെയും അടിച്ച് തൂത്തുപറക്കി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ആകെ കൂടെ ഒരു ഇസ്ലാമിക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മിലിറ്ററി പവറുള്ള രാജ്യം തുർക്കിയും ഈ പാകിസ്ഥാനുമാണ്. അപ്പോൾ ഈ തുർക്കി ആണെങ്കിൽ എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡാണ്. അവരിപ്പോഴാണ് ആയുധ കച്ചവടങ്ങളൊക്കെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയും, പക്ഷെ അവർ പുറത്തിറങ്ങി വരില്ല. അവർ സിറിയയുടെ ബോർഡറിൽ അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഈ കുർദിസ്ഥാൻ വരെ വരും. അവർ ഈ കുർദുകളെ ഒന്ന് അടിച്ചൊതുക്കി നിർത്തുക. കാരണം അവരാണ് തുർക്കിയുടെ ബോർഡറിൽ കിടന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് അവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ
ബാക്കിയെല്ലാം തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം റിമോട്ട്ലിയാണ്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തുർക്കി എപ്പോഴും മാറി നിൽക്കും. പക്ഷേ സപ്പോർട്ട് ചെയ്യും. തുർക്കിക്കിട്ടും യൂറോപ്പ് വേറെ പണി കൊടുക്കുന്നുണ്ട്. കാരണം ഈ തുർക്കി അറബ് മേഖലയിൽ പോയിട്ട് ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കണം, നമ്മൾ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കണം. അമേരിക്കയ്ക്ക് എതിരെ തന്നെയാണ് അവർ സ്റ്റേറ്റ്മെന്റ് വന്ന് ഭവിച്ചത്. അതായത് നിങ്ങൾ അമേരിക്കൻ അഥവാ വെസ്റ്റേൺ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ തുർക്കി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആയുധങ്ങൾ നമ്മൾ തകൃതിയായിട്ട് ഉൽപ്പാദിപ്പിക്കാമെന്നാണ് തുർക്കി പറഞ്ഞു വെച്ചത്. അതിനെതിരെ യൂറോപ്പ് പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ പാകിസ്ഥാനെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് എടുത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന്റ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാൻ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കും, അടി മേടിച്ച് കൂട്ടിയിട്ട് നോക്കിക്കോ, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റും കൂടി ഇനാക്റ്റീവ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഏതെല്ലാം സ്റ്റേറ്റുകൾ ഇനാക്റ്റീവ് ആണെന്ന് നോക്കൂ. ഇസ്രായേൽ വളരെ ഡോമിനേറ്റ് ചെയ്ത് മിഡിൽ ഈസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതിൽ കുറച്ച് തന്ത്രപ്രധാനമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ കുറച്ച് പ്രോക്സികളൊക്കെ വെച്ചുകൊണ്ട് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇസ്രായേലിനെ ചേർത്ത് നിൽക്കുന്നതിൽ ഒരു പരിധി വരെ മുന്നോട്ട് പോയിരിക്കുന്നത് ഇറാൻ. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കീപ് ക്വയറ്റ് ആണ്, അവരെല്ലാം തന്നെ ഇനാക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ അതിൽ കവിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ നാറ്റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയും? ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങൾക്ക് കംപ്ലീറ്റും അമേരിക്കൻ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ പർച്ചേസ് ചെയ്ത് അവരുടെ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് എയർ ഡിഫൻസ് സിസ്റ്റം ആയിക്കോട്ടെ, അത് F-16 ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റുകളായിക്കോട്ടെ, എല്ലാം അമേരിക്കൻ ഇറക്കുമതിയാണ്. ഇതിനകത്ത് ഇപ്പോഴാണ് സൗദി അറേബ്യ ഒരു 100 കാൻ ഫൈറ്റർ ജെറ്റുകൾ തുർക്കിയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ അത് തന്നെ അമേരിക്ക അതിന് സമ്മതിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ഇസ്ലാമിക് നാറ്റോ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ ഈ ഒരു മിലിറ്ററി സഹകരണം അറബ് രാജ്യങ്ങളുമായിട്ട് നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും? പാകിസ്ഥാന്റെ കയ്യിൽ എന്ത് വെപ്പണാണുള്ളത്? പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അതൊരു 20% അമേരിക്കൻ സാധനങ്ങളാണ് കയ്യിലുള്ളത്. ബാക്കി 80% ചൈനീസ് പ്രോഡക്റ്റ് ആണ് കയ്യിലുള്ളത്. ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലാണെങ്കിൽ ഒരു രാജ്യങ്ങളിൽ പോലും ചൈനീസ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇല്ല, അവരത് എടുക്കത്തുമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, ഈ സോൾജേഴ്സിനെ കൊടുക്കുക എന്നുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ രക്ഷ. അല്ലാതെ ഈ ആണവായുധം പാകിസ്ഥാനിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത് എടുത്തുകൊണ്ട് സൗദിക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഇതാണ് സാഹചര്യം. പിന്നെ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ അടിച്ചൊതുക്കും. അത് അമേരിക്ക തന്നെ ഇസ്രായേലിനെ വെച്ചിട്ട് അടിക്കും. എന്നിട്ട് ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട്, ഒരു പ്രോക്സി ആയിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകും അമേരിക്ക. അമേരിക്കയുടെ ഒരു വെപ്പൺ സെല്ലിംഗ് കേന്ദ്രമായിട്ട് തന്നെ മാറും ഇസ്രായേൽ. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്ലാൻ. ഇസ്രായേലിന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ പ്ലാനൊക്കെ നടക്കുന്നുണ്ട്. ഈ ഗാസയെ ചൊല്ലിയും ഈ ഗാസയിലെ സ്ഥലങ്ങൾ ഏതൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കണം, ഏത് പോർഷൻ ഇസ്രായേലിന് നിലനിർത്തണം. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ A-B-C ഉണ്ട്. ഏരിയ A, ഏരിയ B, ഏരിയ C. അപ്പോൾ ഈ ഏരിയ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വെറും 18% സ്ഥലം മാത്രമാണ് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത്. ബാക്കിയുള്ള ഫുൾ ഏരിയ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ ജൂവിഷിന്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ ഏരിയ ബിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 22% മാത്രമാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിന് സ്വന്തമായിട്ടുള്ളത്. ബാക്കിയുള്ള റിമൈനിങ് കംപ്ലീറ്റ് ഇസ്രായേലിന് സ്വന്തമാണ്. ഏരിയ സി എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഫുൾ ഇസ്രായേൽ കൺട്രോളിലാണ് ഉള്ളത്. ആകെ കൂടി ഒരു 22%, ഒരു 18%, അതും കൂടി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 20-25%, മൊത്തത്തിൽ ഒരു 25% സ്ഥലം മാത്രമാണ് പാലസ്തീൻ എന്ന് പറയത്തക്ക രീതിയിൽ അവിടെ ഉള്ളത്. ഇത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലുള്ള ചിത്രം. അതേസമയം നിങ്ങൾ ഗാസയിൽ നോക്കൂ. അപ്പോൾ ഗാസയിൽ എവിടെയാണ് പാലസ്തീൻ? കഴിഞ്ഞ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പാലസ്തീൻ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസ് ഉൾപ്പെടെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രായേലിനെ എതിർക്കുന്നത്. സ്പെയിനൊക്കെ കട്ടയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയാണ് ഇസ്രായേലിന്. മെജോറിറ്റി രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ എതിർത്താണ് നിൽക്കുന്നത്. ഖത്തർ ആണെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേലിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഖത്തറിന്റെ ഉള്ളിലേക്ക് കയറി ആക്രമണം നടത്തിയതിനെ ചൊല്ലിയാണ് ഈ ഒരു മൂവ് നടത്തിയിരിക്കുന്ന ഖത്തർ. ഇതൊരു ലീഗൽ മൂവാണ്, ഇതൊരു പ്രോപ്പർ ചാനലാണ്. ICCയുടെ തലപ്പത്തിരിക്കുന്ന പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള കരീമിന്റെ പേരിൽ തന്നെ 2 സ്ത്രീ പീഡന കേസുകളാണുള്ളത്. എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഖത്തർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഇസ്രായേലിന്റെ ഉള്ളിൽ 2 ജോർദാനിയൻ സോൾജേഴ്സ് തോക്കുമായിട്ട് ഇറങ്ങി വന്ന് ചറപറ വെടിവെപ്പ് തുടങ്ങി. അവരെ ഉടനെ തന്നെ ന്യൂട്രലൈസ് ചെയ്ത് ഉടനെ തന്നെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അടിച്ച് വീഴ്ത്തിയിട്ടിട്ടുണ്ട്. അവരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജോർദാന്റെ ഉള്ളിലുള്ളത് 60% പാലസ്തീനികളാണ് ജോർദാന്റെ ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞ യുദ്ധത്തിൽ ഇത് ഒരു പാർട്ടീഷൻ നടത്തിയ സമയത്ത് തന്നെ ഈ വെസ്റ്റ് ബാങ്കിന്റെ സൈഡിൽ കൂടെ ജോർദാനിൽ പോയി താമസിച്ച ആൾക്കാരാണ്. അത് പാലസ്തീനികളാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നെ നിലവിലെ ഒരു ജോർദാനികളാണ്, ജോർദാന്റെ ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ ഒരു ചെറിയ ഇൻസിഡന്റ് ആയിട്ടല്ല ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഫർദർ എസ്കലേഷൻ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിലവിലെ വെസ്റ്റ് ബാങ്കിന്റെ അവസ്ഥ. ഫ്രാൻസിൽ പല പ്രശ്നങ്ങൾ. ഫ്രാൻസിൽ ഈ പുതിയ പ്രൈം മിനിസ്റ്ററിനെ പ്രപ്പോസ് ചെയ്തതിനെ ചൊല്ലി
നല്ല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇത് പുതിയ പ്രൈം മിനിസ്റ്ററിനെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡിമിനിഷ് ആവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രായം കൂടിയ ആൾക്കാരാണ് ഇപ്പോൾ കൂടി വരുന്നത്. പ്രായം കുറഞ്ഞ ആൾക്കാരുടെ എണ്ണം കുറയാണ്. കാരണം എന്താണ്? ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഈ ഫാമിലി വാല്യൂസ് നഷ്ടപ്പെട്ട വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്നില്ല, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. ഈ പോപ്പുലേഷൻ കുറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ ജോലി ചെയ്ത് ശമ്പളം നേടുന്ന ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കേണ്ട സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുന്നു. ഇതാണ് ഫ്രാൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിലുപരിയായിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരുപാട് എക്സ്പെൻസസ് ഗവൺമെന്റിന് സംഭവിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വരവിനെ കവിഞ്ഞുള്ള ചെലവ്. അതാണ് ഇപ്പോൾ ഗവൺമെന്റ് നേരിടുന്ന പ്രശ്നം. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ്? അതായത് പെൻഷൻ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഈ പെൻഷൻ വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ വയസ്സായ ആൾക്കാർ എന്ത് ചെയ്യും? ഏജ്ഡ് പീപ്പിൾ, റിട്ടയർഡ് പീപ്പിൾ, അവരാണിപ്പം തെരുവിലിറങ്ങുന്നത്. ഇതിനകത്ത് 8,000 പേരെ ഇന്നലെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8,000 പേരെ. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിതിൻ 1 വീക്കിൽ തന്നെ പ്രതീക്ഷിക്കാം ഫ്രാൻസിൽ വലിയ രീതിയിലുള്ള ഒരു സിവിലിയൻ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫ്രാൻസ് അതിലേക്ക് തന്നെയാണ് നടന്ന് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വൈഫ് ബ്രിജിറ്റ്, അവർ നല്ല പ്രായമുള്ള ആളാണ്. ഇമ്മാനുവൽ മാക്രോണേക്കാളും ഏതാണ്ട് 25 വയസ്സ് അവർക്ക് കൂടുതലുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ UK-യിലുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഈ ബ്രിജിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ലേഡിയല്ല, അതൊരു മാൻ ആണ്, അവർ ഇതേപോലെ ജെൻഡർ ചേഞ്ച് ചെയ്ത വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് അത് നിരന്തരം പോസ്റ്റ് ഇട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒഫൻസീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ബ്രിജിറ്റിന്. അപ്പോൾ അങ്ങനെ അവർ UK കോടതിയിൽ തന്നെ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് തെളിവുകളും UK കോടതിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇപ്പം നിലവിലെ അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നിലവിലെ ഇപ്പോഴത്തെ 80 വയസ്സോ 75 വയസ്സോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ ആ ഏജ് വരെയുള്ള കംപ്ലീറ്റ് ഡേറ്റ റെക്കോർഡ് സഹിതം ഇവർ പഴയ ഹോസ്പിറ്റൽ ബില്ല് തൊട്ട് കംപ്ലീറ്റ് സാമഗ്രികളും ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് UK കോടതിയിൽ. ഞാൻ ആക്ച്വലി ബൈ ബർത്ത് ഒരു ഫീമെയിലാണ്, ഞാനൊരു ഫീമെയിൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ള നിലയിലുള്ള ജെൻഡർ സർട്ടിഫിക്കേഷൻ പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം UK കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റിന് തന്നെ ഇതാണ് അവസ്ഥ. ഇമ്മാനുവൽ മാക്രോൺ ഇവിടെ 8,000 അറസ്റ്റും അടുത്ത് വരാൻ പോകുന്ന പ്രൊട്ടസ്റ്റുകളൊക്കെ നേരിടുവോ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളും ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ തീർക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ജർമ്മനിയും കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. UK-യും അതുപോലെ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുമാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവരുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പ് നശിക്കും, അവരുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇതെല്ലാം തന്നെ അവതാളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലെ ഈ യുദ്ധത്തിനെ വെച്ചിട്ട് ഒരു യൂണിറ്റി കാണിച്ച് മുന്നോട്ട് ഇങ്ങനെ പോവാണ്. അതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഹംഗരിക്ക് ഓയിൽ പോകുന്നില്ല ഉക്രൈനിലൂടെ. കാരണം ആ പൈപ്പ് പൊട്ടിച്ചതിന്റെ പേരിൽ സെലൻസ്കിക്ക് പ്രത്യേക വാശിയും വൈരാഗ്യമുണ്ട് ഹംഗറിയിലെ വിക്ടർ ഓർബനോട്. അതുകൊണ്ട് ഓയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഹംഗരി പറയുന്നത്, ഞാൻ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വീറ്റോ ചെയ്യരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉക്രൈനിന് എന്തെങ്കിലും ഫണ്ട് കൊടുക്കണം. അപ്പോൾ ഉക്രൈൻ എന്തെങ്കിലും ഫണ്ട് കൊടുക്കണം. യൂറോപ്യൻ യൂണിയനിൽ വരുന്നുണ്ട് റെസൊല്യൂഷൻ. അപ്പോൾ വിക്ടർ ഓർബൻ എന്ത് ചെയ്യും? അതിനെ വീറ്റോ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഓയിൽ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എത്രയാണോ എനിക്ക് ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നത് അതിനനുസരിച്ചുള്ള സബ്സിഡി വേണം എനിക്ക്. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ക്വാണ്ടിറ്റിയിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും ഞാൻ എനർജി പർച്ചേസ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എമൗണ്ട് തുക എനിക്ക് അനുവദിച്ചു തരിക. അതിനുള്ള പരിഹാരം എന്താണ് നിങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് വിക്ടർ ഓർബന്റെ ഡിമാൻഡ്. ഇങ്ങനെയാണ് ഹംഗരി ഇടഞ്ഞു നിൽക്കുന്നത്. ഇനി ലിത്വാനിയ എന്ന് പറയുന്നത് ലാത്വിയയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ലിത്വാനിയ. ഈ ലിത്വാനിയ കഴിഞ്ഞ 60-66 വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി റഷ്യ എടുത്തു നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഇലക്ട്രിസിറ്റി ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി റഷ്യയുടെ സൈഡിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അഭിമാനപൂർവ്വം തീരുമാനമെടുത്ത് റഷ്യയുടെ ഇലക്ട്രിസിറ്റി ഇനി വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സിറിയയുടെ മാപ്പാണ്. സിറിയയുമായിട്ടുള്ള ഡിസ്കഷൻസ് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പറഞ്ഞാൽ, ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡാർക്ക് ബ്ലൂ കളർ, ഇതാണ് ഗോലാൻ ഹൈറ്റ്സ്. അതിന്റെ തൊട്ടടുത്ത് ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന ഏരിയ ഇപ്പം നിലവിൽ ഇസ്രായേൽ അവകാശം പറഞ്ഞ് അനക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് സിറിയയ്ക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഓക്കെ ആണത്, അത് അനക്സ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു യെല്ലോ ഏരിയ ഇല്ലേ, ഈ ഏരിയ ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഡീമിലിറ്ററൈസ്ഡ് സോൺ. അത് കഴിഞ്ഞിട്ട് ഈ പിങ്ക് കളറിൽ കാണിക്കുന്ന ഈ ഒരു ലാർജ് പോർഷൻ ഇല്ലേ, ഈ പോർഷൻ നോ ഫ്ലൈ സോൺ ആയിട്ട് അനൗൺസ് ചെയ്യണം. നോ ഫ്ലൈ സോൺ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഡ്രൂസ് ആ കമ്മ്യൂണിറ്റി ആ സുവൈദ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യും. അപ്പോൾ ആ ഏരിയയിൽ നോ ഫ്ലൈ സോൺ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിങ്ക് കളർ ഏരിയ വരെ ഇസ്രായേൽ ഓക്കുപൈ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സിറിയയുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അതുപോലെ സൗത്ത് കൊറിയ റഷ്യയ്ക്ക് ഒരു താക്കീത്. റഷ്യയ്ക്ക് താക്കീത് എന്ന് പറഞ്ഞാൽ
യു എസിനെയും കൂടെ അവർ ഇടപെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഈ സൗത്ത് കൊറിയ കൺസേൺ ആണ്. ഈ നോർത്ത് കൊറിയ സബ്മറൈൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതായത് ന്യൂക്ലിയർ ഫെസിലിറ്റിയോട് കൂടിയുള്ള സബ്മറൈൻ, അതായത് അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു സബ്മറൈനാണ് ബിൽഡ് ചെയ്യുന്നത്. നോർത്ത് കൊറിയയ്ക്ക് ബേസിക്കലി ഒരു സബ്മറൈൻ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു ടെക്നോളജി അത്രയ്ക്ക് പോരാ. ആ ഒരു സാഹചര്യത്തിലാണ് സൗത്ത് കൊറിയ ഇപ്പോൾ കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടെക്നോളജി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഈ റഷ്യയാണ്. റഷ്യ ശരിക്കും പറഞ്ഞാൽ നോർത്ത് കൊറിയയെ വെച്ചിട്ട് സൗത്ത് കൊറിയയ്ക്ക് ഒരു ഭീഷണിയായിട്ട് മാറുകയാണ് എന്നാണ് സൗത്ത് കൊറിയ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ കൺസേൺ ആണ്. ആ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്രാൻഖാന്റെ വിചാരണ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നടക്കണം എന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ ഈ ഒരു ട്രയൽ പൂർത്തിയാക്കി അയാളുടെ മേലുള്ള കുറ്റം എന്താണെന്നുള്ളത് കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കണം. കാരണം അവിടുത്തെ ഇലക്ഷനിൽ ട്രസ്റ്റ് ഇല്ല എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രസി പുനഃസ്ഥാപിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അമേരിക്ക പാകിസ്ഥാൻ എതിരെ ചില നിലപാടുകൾ എടുക്കുന്ന കണക്കാണ് തോന്നുന്നത്. ഇപ്പം തുർക്കി ഇസ്ലാമിക് നാറ്റോ സ്ഥാപിക്കാനും ആയുധ കച്ചവടം നടത്താനുമുള്ള രീതിയിൽ, അതായത് എപ്പോഴും മതം ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക ഈ രാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് നെക്സ്റ്റ് ലെവലിൽ തന്നെ ഉടനെ തന്നെ ആയുധം വിൽക്കാനുള്ള കച്ചവടങ്ങളിൽ തകൃതിയായിട്ട് ഇറങ്ങുക. ഇതാണ് ഇപ്പോൾ തുർക്കി ഈ ഇടയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതാണ്ട് 7 ബില്യൺ ആയുധങ്ങൾ മാത്രം കച്ചവടം നടത്തിയിട്ടുണ്ട് തുർക്കി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് നമ്മളെക്കാളും 5 വർഷത്തിന് മുമ്പാണ് അവർ ഈ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യയെക്കാളും നല്ല രീതിയിലുള്ള വളർച്ച തുർക്കി ഈ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് മേഖലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതൊരു ഫാക്റ്റാണ്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബൈറാക്ടർ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രോൺ സുഡാനിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഡാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, സുഡാൻ ഈ ഒരു ഡ്രോണിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡ്രോൺ വെച്ചിട്ട് ഒരുപാട് സിവിലിയൻസിനെ വെടിവെച്ചിടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റിൽ ഈ വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, നാറ്റോയുടെ ഭാഗമായിട്ടിരുന്നുകൊണ്ട് തുർക്കി നേരെ ഇസ്ലാമിക് നാറ്റോ സ്ഥാപിക്കണം എന്നും നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആയുധ നിർമ്മാണത്തിലേക്കുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ബൂസ്റ്റിംഗ് ഡയലോഗ്സ് ഒക്കെ അടിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ യൂറോപ്പ് ഇപ്പോൾ തിരിഞ്ഞു കളിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ വരുന്നത്. അതായത് ഏത് രീതിയിൽ പോയാലും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം. തുർക്കി അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊള്ളാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെ യൂറോപ്യൻ യൂണിയന് വേറെ പണി കിട്ടും. കാരണം അസർബൈജാനിലുള്ള ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങി തുർക്കി വഴിയാണ് ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളത്. ഇപ്പം റഷ്യയുടെ ഓയിൽ നമ്മൾ നിർത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് റിഫൈൻഡ് ഓയിൽ ഇനിയിപ്പം യൂറോപ്പിലേക്ക് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിനുള്ള 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് തുർക്കിയുടെ നിന്ന് എണ്ണ മേടിക്കുക, അത് അസർബൈജാൻ ഓയിലൊക്കെ ആ രീതിയിൽ റൗട്ട് ചെയ്തെടുക്കുക. അതിലുപരിയായിട്ട് അൾജീരിയയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അൾജീരിയയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തുർക്കിയാണ് ഏകയുള്ള ഒരു ആശ്രയം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിന് ഒരു പരിധിക്ക് കൂടുതൽ തുർക്കിയെ അങ്ങ് വരിഞ്ഞു മുറുക്കാനൊന്നും സാധിക്കില്ല. ഒരു ടെമ്പററി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് പ്രഷർ ചെയ്ത് നിർത്താൻ കഴിയും. അത് മാത്രമാണ് ഇതിനകത്ത് ഒരു പോം വഴി. ഒരു വിഷയം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് യു കെയിൽ എത്തിയല്ലോ. യു കെയിൽ എത്തിയിട്ട് വലിയൊരു ബ്ലണ്ടർ, അതായത് $17 ട്രില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്. 17 ട്രില്യൺ ഞാൻ തന്നെ കേട്ടിട്ട് അമ്പരന്ന് പോയി. കാരണം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് സാധ്യമാണോ ഈ സമീപ ഭാവിയിൽ? ട്രംപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. വീഡിയോ ഫുട്ടേജ് കിടപ്പുണ്ട്, നിങ്ങളെടുത്ത് കേട്ട് നോക്കൂ. $17 trillion, and this is during an 8-month period being invested in the country, which is not only a record, but if you compare $17 trillion to the last year of the Biden administration, they did $250 billion. 17 ട്രില്യൺ. അതിലുപരിയായിട്ട് 42 ബില്യൺ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 42 ബില്യൺ. അതിൽ ആമസോൺ പറയുന്നുണ്ട്, ആപ്പിൾ പറയുന്നുണ്ട്, ഒറാക്കിൾ പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് ലിസ്റ്റഡ് കമ്പനികളൊക്കെ പറയുന്നുണ്ട്. ക്വാണ്ടം ടെക്നോളജിയിൽ പുതിയ R&D ഡെവലപ്മെന്റ് ചെയ്യുമെന്നും AI ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമെന്നും അതുപോലെ തന്നെ പല പുതിയ ടെക്നോളജികളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും വേർഡിങ്സ് മാത്രമാണോ, അല്ലെങ്കിൽ റിയലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമോ എന്നുള്ളത് ഈ 17 ട്രില്യൺ എന്നുള്ള എമൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു, ജസ്റ്റ് എന്തെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കീർ സ്റ്റാർമറിനെ ഇത്തിരി ഹാപ്പി ആക്കണം. അത് ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ ഡെൻമാർക്കിന്റെ ടീമോട് കൂടി ചേർന്ന് ഗ്രീൻലാൻഡും ഡെൻമാർക്കും കൂടി ചേർന്നിട്ട് ഒരു മിലിറ്ററി പരേഡ്. ഇത് ശരിക്കും അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കാരണം ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ട്രംപ് വന്നിരുന്നത്. അപ്പോൾ ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ ഗ്രീൻലാൻഡിനെ കുറിച്ച് മിണ്ടുന്നില്ല. പക്ഷേ ഗ്രീൻലാൻഡ് അവരുടേതായിട്ടുള്ള സ്വന്തം സൊവറിനിറ്റിയിൽ ഡെൻമാർക്കുമായിട്ട് ചേർന്നിട്ട് മിലിറ്ററി പരേഡൊക്കെ നടത്തി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്താവും അറിയത്തില്ല. ഇനി 2 ദിവസം കഴിയുമ്പോൾ ട്രംപ് ജസ്റ്റ് ഒന്ന് BP കയറിയിട്ട് പെട്ടെന്ന് ഗ്രീൻലാൻഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. അതിനുള്ള വഴി ഗ്രീൻലാൻഡ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഡെൻമാർക്ക് ത്രൂ. പിന്നെ ഈ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബൈറാക്ടർ ഡ്രോണും ഈ സുഡാന്റെ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ കൺസേൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അത് റെഡ് സീ ഏരിയയിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഭീഷണിയാവും എന്നാണ് പറയുന്നത്. റെഡ് സീയുടെ ട്രാൻസ്പോർട്ടേഷൻ യൂറോപ്യൻ യൂണിയന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിന്റെ ട്രേഡ് റൂട്ടാണ്. അതുകൊണ്ടാണ് ബൈറാക്ടർ എന്ന് പറഞ്ഞ ഒരു ഡ്രോണിന്റെ യൂസേജ് അത് അത്ര ശരിയായ രീതിയിലല്ല സുഡാൻ പ്രയോഗിക്കുന്നത് എന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുവിധം ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടോമി റോബിൻസന്റെ UK ബന്ധപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം UKയുടെ വിഷയങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.